Hello, good morning. അപ്പോൾ യുഎയിലെത്തിയിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ ഇത്. വന്നിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഞാൻ ഇപ്പോഴാണ് ക്യാമറയൊക്കെ ഓൺ ആക്കിയത്. അതിനുള്ളൊരു സമയവും സാഹചര്യമൊക്കെ കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഓഫീസിൽ പോയിട്ടുണ്ട്. സാറ്റർഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ അഫിക്ക് സാറ്റർഡേ ഒക്കെ വൈകുന്നേരമാണ്, ആകെ ഫ്രൈഡേ മാത്രമേ ഓഫുള്ളൂ കേട്ടോ. അപ്പോൾ അഫി ഓഫീസിലൊക്കെ പോയി രാവിലെ അഫി ഒരു 7:30 ഒക്കെ ആകുമ്പോൾ പോകും കേട്ടോ. അപ്പോൾ അഫി പോയി കഴിഞ്ഞാൽ ഞാൻ ഇവയും കൂടെ പിന്നെയും കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങിയിട്ട് ഇതാ ഇപ്പോൾ എണീറ്റിട്ടുണ്ട്. ഇവ എണീറ്റിട്ടില്ല, ഇവ സ്റ്റിൽ ഉറക്കം തന്നെയാണ്. ഇവ ഇപ്പോൾ വിളിച്ച് പൊക്കണം. ഞാൻ ആദ്യം 2-3 ദിവസമൊന്നും ഉറങ്ങൂലായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ എണീറ്റൊക്കെ നടക്കായിരുന്നു. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ആ ഒരു ടൈം ആകുമ്പം നമ്മുടെ നാട്ടിൽ ആ ഒരു ടൈമിൽ നമ്മൾ എണീക്കുന്ന ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, എനിക്ക് ഉറക്കം വരില്ലായിരുന്നു. പക്ഷെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ട്. കാരണം എണീറ്റിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം കൂടെ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ ആട്ടോ എണീക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പത്തിൻ്റെ മാവൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം. അഫി അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ട് പോകില്ലാണ്ട് ഞാൻ ചില ദിവസമൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടും. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അഫിയുടെ. അപ്പോൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഫി അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലത്തേത് കൊണ്ടുപോയിട്ടില്ല ഇന്ന്. പിന്നെ ഞങ്ങൾ എണീറ്റപ്പോൾ കുറച്ചൊന്ന് നേരം വൈകിട്ട് അഫി ടൈം ആവാറായപ്പോഴാണ് എണീറ്റത്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അഫി ഓട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കേണ്ട സമയമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അഫി പോയി. ഇനിയിപ്പോൾ അഫി വൈകുന്നേരം ആവും വരുമ്പോൾ. അഫിക്കാണെങ്കിൽ നല്ല തിരക്കാണ്, നേരത്തെ ഒന്നും വരില്ല. അത്യാവശ്യം നല്ല ലേറ്റായിട്ടാണ് വരുന്നത്. ഞാൻ പറയുന്നു, അന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ അഫി ഒരു 6:30 ഒക്കെ ആകുമ്പോൾ വരുമായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് ഞാൻ വഴക്കായിരുന്നു, ഇത്രയും നേരം വൈകി വരണമെന്നും പറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം നല്ല ലേറ്റായിട്ടാട്ടോ വരുന്നത്. ആകെ 1-2 പ്രാവശ്യം ഒരു 7 o'clock എത്തിയിട്ടുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ ഒരു 8:30, 9 ഒക്കെ ആവും അഫി വരുമ്പോൾ. അപ്പോൾ അതുവരെ ഇനി ഞാനും ഇവായും ഇവിടെ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇത്രയും ദിവസം ഇവിടെ ഫുള്ള് പണിയായിരുന്നു കേട്ടോ. അതായത് അന്ന് നിങ്ങൾ കണ്ടല്ലേ റൂമിൻ്റെ അവസ്ഥ. റൂമിൽ ഇവിടെ ഫുൾ സാധനങ്ങളൊക്കെ വലിച്ച് വാരി ഇട്ടിട്ട്, അതായത് ഞങ്ങളിങ്ങനെ പെട്ടെന്ന് വന്നുകൊണ്ട് അഫിക്കൊന്നും അറേഞ്ച് ചെയ്യാനും പറ്റിയില്ല. എല്ലാം മൊത്തം ആകെ കുളമായിപ്പോയി. അപ്പോൾ ഫുള്ള് സാധനങ്ങൾ ഇങ്ങനെ കിടക്കായിരുന്നു. അപ്പോൾ ഞാൻ അഫി പോയി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇങ്ങനെ കുറച്ച് അടുക്കും. പിന്നെ അഫി വന്നിട്ട് ഞങ്ങൾ ചെയ്യും. പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതായത് നമുക്കൊന്നും ഉണ്ടായില്ല. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു റൂം മാത്രം. റൂമല്ല, ഇതൊരു സ്റ്റുഡിയോ ആണ് കേട്ടോ. ഒരു ബെഡ്റൂം ഉണ്ട്, ഒരു ബാത്റൂം ഉണ്ട്, ഒരു കിച്ചൺ ഉണ്ട്. അപ്പോൾ നമുക്കങ്ങനെ അത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഫർണിച്ചറും കാര്യങ്ങളും ഒന്നും ഇവിടെ ഉണ്ടായില്ല. അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് വാങ്ങി അതുപോലെ എന്താ പറയുക, ഗ്രോസറി ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വാങ്ങണം. അപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ വാങ്ങി നടക്കലായിരുന്നു. ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. അതാ നോക്കിയാൽ കേട്ടനൊന്നും ഇപ്പോഴും വാങ്ങിയിട്ടില്ല കേട്ടോ. കേട്ടനൊക്കെ വാങ്ങണം. ഇങ്ങനെ എന്താ പറയുക, എല്ലാ ദിവസവും വൈകുന്നേരം ആദ്യത്തെ ഒരു 1 week ഫുൾ എല്ലാ ദിവസവും ഇങ്ങനെ വൈകിട്ട് ഇറക്കായിരുന്നു കേട്ടോ. എന്താ പറയുക, എന്നും പുറത്തു പോവാ. രാവിലെ അഫി ഓഫീസിൽ പോവാം, വൈകുന്നേരം വരാം, രാത്രി പുറത്തു പോവാം. ഇത് തന്നെയായിരുന്നു. അങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ മതിയായിട്ടോ. കാരണം ഞങ്ങൾ ആകെ ടയേർഡ് ആവുമായിരുന്നു. രാത്രി 3 മണിക്ക് 4 മണിക്കൊക്കെ കിടന്നുറങ്ങിയിട്ട് അഫിക്ക് പിന്നെ രാവിലെ ഒരു 6:30 ഒക്കെ ആകുമ്പോൾ എണീക്കണം. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ പിന്നെ അതൊക്കെ നിർത്തി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് പതിയെ ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ വിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഒന്നും അറേഞ്ച്മെൻ്റ് ഒന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ല. എല്ലാം ഇങ്ങനെ അലമ്പായിട്ട് തന്നെ കിടക്കുകയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹോം ടൂറൊക്കെ ഫുൾ അറേഞ്ച് ചെയ്തിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവ ഭയങ്കര ഉറക്കമാണ് കേട്ടോ. ഇവക്ക് അപ്പുറത്തെ റൂമിൽ താഴത്തെ റൂമിലൊക്കെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഇതൊരു വില്ലയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കളിക്കാനൊക്കെ കുറച്ച് സ്ഥലമുണ്ട്. ആക്ച്വലി ഇത് ഷാർജയിലാണ് കേട്ടോ. ഷാർജയിൽ ഖുറാൻ റൗണ്ട് ബോട്ടിൻ്റെയൊക്കെ അടുത്ത്, അതായത് അൽ ഷാബ വില്ലേജൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ബാക്കിലായിട്ടാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് അൽ ഹസാന എന്നാട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് എന്തായാലും ഷുവറായിട്ടും മീറ്റ് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇവാക്ക് ഇങ്ങനെ കളിക്കാനുള്ളൊരു സൗകര്യമൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ വില്ലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. ഞങ്ങൾ അന്ന് താമസിച്ചിരുന്നത് അൽ നഹ്ദയിലായിരുന്നു. ഷാർജ തന്നെ അൽ നഹ്ദയിലായിരുന്നു. പക്ഷെ അത് ദുബായ് ബോർഡറാണല്ലോ. അപ്പോൾ അവിടെ ആണെങ്കിലും കുറച്ചിങ്ങനെ ക്രൗഡഡ് ആണ്. പിന്നെ അവിടെ വില്ലയൊന്നുമില്ല, ഫ്ലാറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അന്ന് ഫ്ലാറ്റിലിരുന്ന് എനിക്ക് ഭയങ്കര വെറുപ്പീരായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ജസ്റ്റ് താഴത്തോട് നോക്കുമ്പോൾ ഇങ്ങനെ വണ്ടികൾ പോകണം മാത്രം കാണാം എന്നല്ലാണ്ട് ആകെ മൊത്തം ഒരു ഭ്രാന്തായ അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് വില്ല മതി എന്ന് പറഞ്ഞിട്ട്
അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ വില്ല എടുത്തത്. അപ്പോൾ കുറച്ചുള്ളിലേക്കാണ്, അഫയ്ക്ക് കുറച്ച് ട്രാവൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഹാഫ് ആൻ അവറിന് മേലെ എടുക്കും അഫി ഓഫീസിൽ നിന്ന് ഇവിടെ എത്താനായിട്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇവക്കുട്ടി ഇതാ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെയും കുറേ നേരം ഇങ്ങനെ കയ്യിൽ കയറി ഇരിക്കുവേ. ഇവ നോക്കിയേ, ഭയങ്കര ഉറക്കമാണ് കേട്ടോ. ഇവാഗ് ഇങ്ങനെ എത്ര ഉറങ്ങിയാലും മതിയാവില്ല കേട്ടോ, ഭയങ്കര ഉറക്കക്കാരിയാണ്. ഇവ ഇനി എങ്ങനെ സ്കൂളിലൊക്കെ വിടും എന്നുള്ള കാര്യമൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ഈ ഉറങ്ങി അപ്പം എൻ്റെ അടുത്ത് പറയും ഇവളെ എങ്ങനെ രാവിലെ എണീക്കും, കാരണം നല്ല ഉറക്കമാണ്. കുറേ നേരം എടുക്കും ഇവളൊന്ന് എണീപ്പിച്ച് കിട്ടാത്തന്നെ. ഇങ്ങനെ എണീറ്റ് കഴിഞ്ഞാലും കയ്യിൽ കയറി ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ കുറേ നേരം. സ്കൂളിലൊക്കെ പോകുമ്പോൾ റെഡി ആവുമായിരിക്കും. എന്തായാലും ഒരു സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഷാർജയിലൊക്കെ സ്കൂളിൽ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി കേട്ടോ. മൈ ലൈഫ് ട്യൂബ് എന്നാണ് ഇൻസ്റ്റ ID. അപ്പോൾ എനിക്കത് വലിയ ഉപകാരമായിരിക്കും. കാരണം ഇനിയിപ്പോൾ സ്കൂളിലാക്കേണ്ട കാര്യങ്ങൾ എനിക്ക് അത്ര വലിയ ഐഡിയ ഒന്നും ഇല്ല അതിനെ പറ്റിയിട്ട്. ഞാനിങ്ങനെ ജസ്റ്റ് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി എന്നല്ലാണ്ട് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എങ്ങനെയാണ് അഡ്മിഷൻ്റെ കാര്യങ്ങൾ എന്നൊന്നും. ഞങ്ങളുടെ വിസ സ്റ്റാമ്പിങ് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അഡ്മിഷനൊക്കെ തുടങ്ങണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങണം. ഇവായ സ്കൂളാക്കിയിട്ട് വേണം എനിക്ക് ജോലി നോക്കാനായിട്ട്. കാരണം ഇവായ അങ്ങനെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവാനെ ഒന്ന് സെറ്റാക്കിയിട്ട് സ്കൂളിലല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡേക്ക് അല്ലെങ്കിൽ ആക്കിയിട്ട് വേണം എനിക്ക് ജോലിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അതിനെ പറ്റിയിട്ടൊക്കെ അറിയാമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. ഇവ പിന്നെയും കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇവ എണീറ്റ് വാ. ഞങ്ങളാണെങ്കിലും ഇന്നലെ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഉറങ്ങിയ ഒരു നേരത്താണ്ടോ, എനിക്ക് തോന്നുന്നു ഒരു 2 മണി 3 മണിയൊക്കെ ആയെന്ന് തോന്നുന്നുട്ടോ ഇന്നലെ വന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനി ഇവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവ പാവമുണ്ട് കേട്ടോ. അതാ പിന്നെയും കിടന്ന് ഉറക്കം തുടങ്ങി. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇനി ഇവായ വിളിച്ചുണർത്താം. കിച്ചണൊക്കെ അത്യാവശ്യം സൗകര്യം ഉണ്ട് കേട്ടോ. അതായത് തീരെ കൺജസ്റ്റ് ആയിട്ടുള്ള കിച്ചണൊന്നും അല്ല. പിന്നെ വില്ല ആയതുകൊണ്ട് അങ്ങനെ പുതിയ എന്താ പറയുക, നമ്മുടെ പുതിയ മോഡൽ കിച്ചണൊന്നും അല്ല. അതായത് ഈ കബോർഡ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഷെൽഫ് വാങ്ങിയിട്ട് ആ ഒരു കോർണറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുക്കിംഗ് റേഞ്ചും ഫ്രിഡ്ജൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അന്ന് രാത്രി വാങ്ങാൻ പോയില്ലേ, അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വാഷിംഗ് മെഷീനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. പക്ഷെ കുറച്ചൊക്കെ വാടിപ്പോയിട്ടാ. ഞങ്ങൾ ഇന്നലെ പോയിട്ട് സോയിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊക്കെ അതിലോട്ട് മാറ്റണം കേട്ടോ, എന്നാലേ ഇത് നല്ല രീതിയിൽ വളരുള്ളൂ. അതിങ്ങനെ കൊണ്ടുവച്ചിട്ട് പിന്നെ ഇവിടെ ഞാൻ പുറത്ത് വെച്ചിട്ടോ കുറച്ച് ദിവസം. അപ്പോൾ നല്ല വെയിൽ തട്ടിയിട്ടാന്ന് തോന്നുന്നു, ഇലയൊക്കെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി വെക്കണം. ഞാനിങ്ങനെ അൽമറായിയുടെയൊക്കെ പാല് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോട്ടിലുണ്ടല്ലോ, അതെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിൽ ചെടി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ തൽക്കാലം. ഞങ്ങളിവിടെ വന്നിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം അങ്ങനെ ഫുഡ് ഉണ്ടാക്കലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതായത് 2-3 ദിവസം നമുക്കിവിടെ ഗ്യാസ് കണക്ഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല, കിച്ചണൊന്നും സെറ്റ് ആക്കിയിട്ടുണ്ടായില്ല, സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായില്ല. അങ്ങനെ ഒരു 3-4 ദിവസം നല്ല രസമാണ് കേട്ടോ. അതായത് അഫി എനിക്ക് രാവിലെ ഉച്ചയ്ക്കൊക്കെ ഫുഡ് വാങ്ങിത്തരും. അപ്പം ഇങ്ങനെ ഫുഡ് കൊണ്ടുവരായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ രാത്രി ആണെങ്കിൽ ഞങ്ങൾ പുറത്ത് പോയിട്ട് കഴിക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാണ്ട് വെറുതെ ഇപ്പം അല്ലാണ്ട് ഇവിടെ ബാക്കി പണിയുണ്ടായിരുന്നു. വീട്ടിൽ ഫുള്ള് അടുക്കലും പെറുക്കലൊക്കെ ആയിരുന്നു. എന്നാൽ നമ്മളിപ്പോൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ള 2 ദിവസമായാലും കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ എന്താ പറയുക, ഇന്ന് അപ്പത്തിൻ്റെ മാവുണ്ട്. മാവ് ഇൻസ്റ്റന്റ് മാവ് വാങ്ങിയതാണ്, അരച്ചൊന്നുമല്ല. ഞാൻ മുന്നേ ഇതുപോലെ ദോശമാവ് അരച്ചിട്ട് റെഡി ആയിട്ടില്ല കേട്ടോ. അത് പുളി വന്നിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മാവ് മുഴുവൻ കളഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിങ്ങനെ സ്റ്റൗവിൻ്റെ ഒക്കെ അടുത്ത് വെച്ച് ചൂടേറ്റാൽ വേഗം പുളി വരും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ തണുപ്പായതുകൊണ്ട് പുളിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം എന്തെങ്കിലും അങ്ങനത്തെ ടിപ്പ് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാം എല്ലാവരും. പിന്നെന്താ, ഞാൻ പിന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടിയപ്പം ഉണ്ടാക്കി, പുട്ടുണ്ടാക്കി, ചപ്പാത്തി ഉണ്ടാക്കി, അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം അവിടെ ഇടിയപ്പം ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പം എന്തായാലും ഇൻസ്റ്റന്റ് മാവ് വെച്ചിട്ട് തൽക്കാലം നമുക്ക് അപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പച്ചട്ടി ദോശച്ചട്ടിയൊക്കെ പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് അതൊന്നും വാങ്ങേണ്ടി വന്നില്ല കേട്ടോ. അതൊക്കെ പിന്നെ ഞാൻ ഫുള്ള് സെറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫുള്ള് പാത്രങ്ങളൊക്കെ ഇടയമല്ലോ, 15 കിലോയുടെ മേലെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലുള്ള പാത്രങ്ങൾ. പക്ഷെ ഉപകാരമായിട്ടോ. അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിനി എക്സ്ട്രാ അതിന് വേണ്ടി കാശ് കളയേണ്ടി വന്നില്ല കേട്ടോ. ഈ ഒരു അപ്പച്ചട്ടിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഫുള്ള് ഇരുമ്പായതുകൊണ്ട് അറ്റത്ത് പിടിക്കാനായിട്ടുള്ള സാധനമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ തുണി വല്ലതും വെച്ചിട്ട് വേണം പിടിക്കാനായിട്ട്. കുറച്ച് അപകടം പിടിച്ച ടാസ്ക്കാണ്, സൂക്ഷിച്ച് ചെയ്യണം.
അങ്ങനെ ഇവക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട്. മിടുക്കിക്കുട്ടിയായിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. ഇവ കഴിക്കി. ഇവാക്ക് ഫുഡൊക്കെ കൊടുത്തു, ഞാനും ഫുഡൊക്കെ കഴിച്ചു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ റൂമൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. ബെഡൊക്കെ ആകെ കൊളായിട്ട് കിടക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി ഇടണം. ആക്ച്വലി ഞങ്ങൾ പുതിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ നമ്മൾ അന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ അതൊന്നും വാങ്ങാനായിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ വാങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താലേ റൂം ഭംഗിയാവുള്ളൂ. പിന്നെ അത് ഈ ഒരു സൈഡ് നോക്കിയേ, ഇവിടെ കുറച്ച് DHL ബോക്സൊക്കെ കൊണ്ട് വെച്ചേക്കാണ്. ഞങ്ങൾ തൽക്കാലം ഞങ്ങൾ സൈഡ് ടേബിളായിട്ട് യൂസ് ചെയ്യാണ്. ഞാൻ എന്തെങ്കിലും DIY ചെയ്യാമെന്നും പറഞ്ഞെടുത്ത് വെപ്പിച്ചു കേട്ടോ. പക്ഷേ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതങ്ങനെ എന്തെങ്കിലും വെച്ചേക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇന്ന് സെറ്റാക്കണം എന്നല്ല, അതൊക്കെ പതിയെ സെറ്റാക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പം എന്താണ് ഞാൻ റൂമൊക്കെ ഒന്ന് ബെഡൊക്കെ ഒന്ന് വിരിച്ച് റൂമൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇടട്ടെ കേട്ടോ. അപ്പോൾ മമ്മച്ചി ബെഡ്ഷീറ്റ് മടക്കുവാണ്. അപ്പോൾ ഞാൻ തലേന്ന് വെച്ചു. അപ്പോൾ മമ്മ ഇപ്പം തലേന്ന് വെച്ചില്ല. അപ്പോൾ ഇവിടെ പനി ചെയ്യുവാണ്. വന്നു ചെയ്താലും പഠിച്ചാലും എല്ലാം ചെയ്യാൻ പറ്റും ഇവിടെ. അങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് റൂമൊക്കെ അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. ബെഡൊക്കെ വിരിച്ച് കഴിയുമ്പോൾ തന്നെ റൂമൊക്കെ വൃത്തിയാവും കേട്ടോ. പിന്നെ അത്രയും സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ ടേബിളൊക്കെ ഒന്ന് റെഡിയാക്കി എല്ലാം ഓക്കെ ആക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇവക്കുട്ടിയെ കുളിപ്പിക്കണം. ഇവ അവിടെ ഇരിപ്പുണ്ട്, ഇവയെ കുളിപ്പിക്കണം. പിന്നെ ഇതാ കുറച്ച് തുണി ഞാൻ ഇന്നലെ കഴുകിയിട്ട് തുണിയുണ്ട് കേട്ടോ. അപ്പോൾ തുണി കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്നിട്ട് മടക്കി വെക്കണം കേട്ടോ. ആക്ച്വലി എനിക്ക് ഈ ഒരു വില്ലയിൽ വന്നപ്പം ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം ഇതാണ്, തുണി നമുക്ക് വെയിലത്തിട്ട് ഉണക്കാൻ പറ്റും. ഞങ്ങൾ മുന്നേ താമസിച്ചപ്പോൾ നമുക്ക് ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ ബാൽക്കണി ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഫുൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലിട്ടിട്ട് റൂമിൻ്റെ ഉള്ളിൽ തന്നെയൊക്കെ ഇട്ടിട്ട് ഇരുട്ടത്താട്ടോ തുണി ഉണക്കിയെടുക്കണേ. പക്ഷേ ഇവിടെ വന്നപ്പം വെയിലൊക്കെ കൊണ്ട് തുണിയൊക്കെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമ്മൾ സ്റ്റുഡിയോ ഫ്ലാറ്റ് നോക്കുമ്പോൾ പൊതുവേ അങ്ങനെ ബാൽക്കണിയുള്ള ഫ്ലാറ്റ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അല്ലെങ്കിൽ പിന്നെ 1 BHK ഒക്കെ എടുക്കേണ്ടി വരും. പക്ഷെ വില്ലയിലാകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. വില്ലയിൽ പൊതുവേ നമുക്ക് താഴത്തുനിന്ന് നേരിട്ടൊക്കെ പുറത്തിറങ്ങാമല്ലോ. പിന്നെ ഞങ്ങൾ അപ്സ്റ്റേഴ്സിലാണ്, അതുകൊണ്ട് നമുക്ക് ബാൽക്കണി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ താഴെ ഇറങ്ങാം കേട്ടോ. താഴത്തെന്ന് വെച്ചാൽ വലിയ നമ്മൾ എന്താ പറയുക, ഈ ഫ്ലാറ്റിൽ നിൽക്കണ പോലെ മേലെയൊന്നും അല്ല, ജസ്റ്റ് നമ്മളൊരു വീടിൻ്റെ മേലെ താമസിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ബാക്കി ഇവിടെ ഫുൾ ടൈം പുറത്ത് നോക്കിയിട്ട് പ്ലെയിൻ നോക്കലാട്ടോ പണി. ഇവിടെ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ പ്ലെയിൻ പൊക്കോണ്ടിരിക്കുകയല്ല. അപ്പോൾ അത് കാണലാണ്ട് ഇവിടെ മെയിൻ ഹോബി. ആദ്യ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഫ്ലൈറ്റ് പോകുമ്പോഴും എടുത്ത് പോകണം കേട്ടോ. ഫ്ലൈറ്റ് പോകണമെന്നും പറഞ്ഞെടുത്ത് വെച്ച ഓട്ടാണ്. ഇനി ഞാനും കുട്ടിയും കൂടി ഡ്രസ്സൊക്കെ മടക്കി അലമാരിയിൽ കയറ്റും കേട്ടോ. അതാണ് ഇനി അടുത്ത പരിപാടി. ഇവാണെങ്കിൽ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് കേട്ടോ. ഇവ ഇങ്ങനെ ഓരോന്ന് എടുത്ത് തരാൻ, തുണി വിരിക്കാനൊക്കെ ആണെങ്കിലും സത്യം പറഞ്ഞാൽ ഭയങ്കര സഹായമാണ് കേട്ടോ. ഓരോന്നിങ്ങനെ മതിയടോ ബക്കറ്റിൽ നിന്ന് എടുത്ത് തരാനായിട്ടൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് കേട്ടോ ആള്. ഇനി ഉച്ചക്കത്തേക്ക് കഴിക്കാനായിട്ട് എനിക്ക് ഫ്രൈഡ് റൈസ് ഇരിപ്പുണ്ട്. ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതിന്റെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ചൂടാക്കണം. പിന്നെ ഇവാക്കാണെങ്കിൽ കഞ്ഞിയാണ് കേട്ടോ. ഇവ കഞ്ഞി മാത്രമേ കുടിക്കുള്ളൂ. ഫ്രൈഡ് റൈസ് ഒന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ചോറ് വെച്ചാൽ ഇവ കഴിക്കൂല. ബിരിയാണി അങ്ങനത്തെ സാധനമൊന്നും ഇവാക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇവാക്ക് എന്തായാലും കുറച്ച് കഞ്ഞി വയ്ക്കണം കേട്ടോ. കുറച്ചെന്ന് വെച്ചാൽ ഒരു പിടി കേട്ടാ. ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ ഒരു പിടി അരിയിട്ടിട്ട് അതാണ് കേട്ടോ ഇവാക്ക് വെക്കണേ. കാരണം ഇവ ഭക്ഷണ കാര്യത്തിൽ ഭയങ്കര പുറകോട്ടാണ്. ഇവിടെ വന്നിട്ട് കുറേ ദിവസം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ഇപ്പൊ ഒന്നിങ്ങനെ റെഡിയാക്കി കൊണ്ടുവരുന്നേ ഉള്ളൂ. ഈ ഒരു അളവിൽ മാത്രമേ ഞാൻ ഇവാക്ക് കഞ്ഞിക്കുള്ള അരി എടുക്കുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത് വെറുതെ വേസ്റ്റ് ആവും. ഇനിയിപ്പൊ ഞങ്ങൾ രണ്ടാളും പോയി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരാം കേട്ടാ. ഇവ ഇപ്പൊ വലിയ ആളാണ് കേട്ടോ. ഇവ അതേ ഗൈസ് ഫുള്ള് വ്ളോഗിങ് ആണ് കേട്ടോ. ഇവടെ ക്യാമറ കൊടുത്തിട്ട് ഞാൻ വല്ലാതെ റെസ്റ്റ് എടുത്താലാ ഇവ ചെയ്തോളൂ എല്ലാം. എല്ലാം ചെയ്തോളാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇനി ഇവായി കുളിപ്പിച്ചിട്ട് ഞാനും കുളിച്ചിട്ടൊക്കെ വരട്ടെ. എന്നിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാൻ. പിന്നെ ഇനി വൈകിട്ടത്തേക്കുള്ള ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു കേട്ടോ വൈകിട്ട്. അപ്പൊ ഞാൻ അതിന്റെ പരിപാടികളൊക്കെ തുടങ്ങണം. അപ്പൊ എന്തായാലും പോയി ഇവായി കുളിപ്പിച്ച് ഞാൻ കുളിച്ചിട്ട് വരാവേ. ഞങ്ങളപ്പോ രണ്ടാളും കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടി ഹായ് പറയുക.
ഹായ്. ഇതിൻ്റെ നാട്ടിലുള്ള ഡ്രസ്സ് തന്നെയാണ്. പുതിയ ഡ്രസ്സൊന്നുമല്ല. ദുബായിൽ വന്നിട്ട്, പക്ഷേ ദുബായിലല്ലോ, ഷാർജ. ഞങ്ങളുടെ ആക്ച്വലി വിസ ദുബായ് വിസയാണ് കേട്ടോ. അതാണ് ഈ ദുബായ് എന്ന് വായി വരുന്നത്. കാരണം അഫി വർക്ക് ചെയ്യണ ദുബായിലാണ്, ഞങ്ങളുടെ വിസ ദുബായ് വിസയാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഷാർജയിലാണ്. പക്ഷെ വായിൽ ഇങ്ങനെ ദുബായ് തന്നെ വരുള്ളൂ കേട്ടോ. എനിക്ക് അറിയാൻ തോന്നില്ല കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയാട്ടോ. ആകെ 200 എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഡ്രസ്സിൻ്റെ പ്രൈസ്. ഞാൻ കുളിച്ചാൽ ഒരു മോയ്സ്ചറൈസർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം ഈ ന്യൂട്രിഡമിൻ്റെത്. കാരണം ഫേസ് നല്ല രീതിയിൽ നമുക്കിങ്ങനെ ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് ഇവാടെ സ്കിന്നൊക്കെ അത് മൊത്തം ഡാമേജ് ആയിരുന്നു കേട്ടോ. ഇവാടെ സ്കിന്നിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഡാർക്ക് കളറിൽ ഇങ്ങനെ സ്കിന്ന് മുറിഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. എനിക്ക് അന്ന് വന്ന സമയത്ത് എൻ്റെ സ്കിൻ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ നല്ലോണം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. എനിക്ക് ഇപ്രാവശ്യം അത്ര വലിയ പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. പിന്നെ ലിപ് ബാം യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാരിയറ്റ് ന്യൂയോർക്ക് എന്ന് പറയുന്ന ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നിവ്യയുടെ ഈ ഒരു ചെറി ഷൈൻ എന്ന് പറയുന്ന ഇതൊരു ടിൻ്റുള്ളതാണ്. ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ഒരു ലിപ്സ്റ്റിക് ഇട്ട ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. കുറേ സാധനങ്ങൾ നാട്ടിൽ നിന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കാജൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്ലമ്മിൻ്റെ കാജലാണ് കേട്ടോ. ഞാൻ ഡെയിലി കാജൽ എഴുതൂല. പിന്നെ ഞാൻ ഇന്നിപ്പോൾ വീഡിയോ എടുക്കണോണ്ട് ജസ്റ്റ് എഴുതിയാട്ടോ. അല്ലെ പിന്നെ ഞാൻ ആകെ ഉറങ്ങിയ പോലെ ഇരിക്കും കേട്ടോ എന്നെ ക്യാമറയിൽ കാണുമ്പോൾ. ഈ ഒരു പെട്ടി നിറയെ മേക്കപ്പ് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നാട്ടിൽ നിന്ന് വന്നപ്പോൾ. അതായത് എനിക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഉണ്ട് കേട്ടോ. ആക്ച്വലി എനിക്ക് പ്രൊഫഷണൽ മേക്കപ്പ് ലുക്ക് അറിയില്ലെങ്കിലും ഹൈലൈറ്റർ ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, ഐ ഷാഡോ ഉണ്ട്, കോമ്പാക്റ്റ് ഉണ്ട്, ലിപ്സ്റ്റിക്ക് ഉണ്ട്, അങ്ങനെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഫൗണ്ടേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ മേബലിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മെയിൻലി ഫൗണ്ടേഷനെക്കാളും കൂടുതൽ ഈ ഒരു കൺസീലറാണ്, ഈ ഒരു കാരമൽ ഷെയ്ഡിലുള്ള കൺസീലറാണ് കേട്ടോ അധികം യൂസ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു നാച്ചുറൽ ലുക്ക് തരും കേട്ടോ. ഇത് ഇവക്കുട്ടി ഇവിടെ നിന്ന് ആപ്പിൾ കഴിക്കുകയാണ് കേട്ടോ. കഞ്ഞി കുടിക്കണ്ട? എന്താ പാലും പുട്ടുവോ? ഇവാക്കുള്ള കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കുക്കറിൻ്റെ താഴെ മാത്രം ഒരു ഇത്തിരി കഞ്ഞിയുള്ളൂ കേട്ടോ ഇവാക്ക്. പിന്നെ എൻ്റെ ഫ്രൈഡ് റൈസ് അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാനിങ്ങനെ ഒരുപാട് പണിയെടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കെല്ലാം കുറച്ച് സ്ലോ ആണ് കേട്ടോ. അതായത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ എനിക്കങ്ങനെ ഉമ്മച്ചയൊക്കെ ഉണ്ടാക്കണ പോലെ പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. എനിക്ക് കുറച്ച് നേരം വേണം അതൊക്കെ പരത്തി റെഡിയാക്കിയൊക്കെ എടുക്കാനായിട്ട്. പരീക്ഷയിലായിക്കോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തുടങ്ങിയാലേ ഇനിയിപ്പോൾ വൈകുന്നേരം അഫ് വരുമ്പോഴത്തേക്ക് ചപ്പാത്തിയൊക്കെ ആവുള്ളേ. ചപ്പാത്തിക്ക് ഞാൻ എഗ്ഗ് കറി വെക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഉമ്മച്ചി ഉണ്ടാക്കാറല്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ. കുക്കറിലിട്ട് ജസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി റെഡിയാവും. അപ്പോൾ അതും ചപ്പാത്തി ആക്കാമെന്നാട്ടെന്ന് വിചാരിക്കണേ. ഞാനിപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന സമയത്ത് തന്നെ ക്യാമറ ചാർജ് കഴിഞ്ഞ് ഓഫായി പോയിട്ടാണ്. പിന്നെ ഞാൻ ചാർജൊക്കെ ചെയ്യാൻ വെച്ചേക്കായിരുന്നു. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചു, പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു, പിന്നെ ഇവായ കുറച്ച് നേരം ഇട്ടി പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, പിന്നെ കുറച്ച് കമൻസിനൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഞാൻ മാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാവേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു 6-7 ചപ്പാത്തി, 1 കപ്പ് മാവാട്ടോ എടുക്കണേ. അപ്പോൾ ഒരു 6-7 ചപ്പാത്തി കിട്ടും. അത്രയുള്ള മാവേ എടുക്കുള്ളൂ കേട്ടോ. വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലാണോ ചപ്പാത്തി ഉണ്ടാക്കണേ. എല്ലാവരും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. വീട്ടിൽ ഉമ്മച്ചി ഇങ്ങനെ ചൂടുവെള്ളത്തിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനും ചൂടുവെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവ എന്താണ് ചെയ്യുന്നത്? ഇവാക്ക് ഇതാണ്ട പരിപാടി. ഞങ്ങൾ അങ്ങനെ ഒരു സാധനം ഇവിടെ വാങ്ങി വെക്കില്ല. ഇങ്ങനെ ജ്യൂസുകളും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും സാധനങ്ങളും ഒന്നും വാങ്ങി വെക്കില്ല. വാങ്ങി വെച്ച് തന്നെ ഇവ അത് കുടിച്ചിരിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഗസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ അപ്പം അതുകൊണ്ട് വാങ്ങിയത് മാത്രമാട്ടാ. അപ്പൊ ഇവ അതാ വന്നെടുത്ത് കുടിക്കാനുണ്ട്. മാറ്റി വെച്ചേ. വാഫി വഴക്ക് പറയും. കണ്ട പറ്റേ പറഞ്ഞു കൊടുക്കാൻ വെക്കവിടെ. കേക്ക് ഇപ്പൊ കഴിക്കണ്ട. പോയേ. കേക്ക് ഇപ്പൊ എടുക്കണ്ട. കേക്ക് ഇപ്പൊ എടുക്കണ്ട. ഇവാ നിന്റെ ഹാപ്പി ബർത്ത്ഡേ ഒന്നും അല്ല കേട്ടാ. ഇത് നല്ല റെമീസ് വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. അഫിയുടെ കസിനില്ലേ, ഞങ്ങൾ എയർപോർട്ടിൽ വിളിക്കാൻ വന്നേ. അപ്പോൾ റെമീസ് കൊണ്ടുവന്ന കേക്കാണ് കേട്ടോ. അത് ഇവ ഇന്നലെ തൊട്ട് തുടങ്ങിയാണ് തീറ്റി. മാറ്റി വെക്കുക. അത് കഴിക്കണ്ട. ഞാൻ എടുത്ത് തരാം കുറച്ച്. അവിടേക്ക് താഴെ എങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ. ഇവ ഇപ്പൊ ഫുൾ ടൈം ഇത് തന്നെ ആട്ടെ. ഈ ഒരു വ്ളോഗിങ്. ഈ മാവിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയില്.
ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി കുഴച്ചെടുക്കാവേ. അപ്പൊ ഞാൻ എന്തായാലും തൽക്കാലം ഈ ചപ്പാത്തി മാവ് ഒന്ന് കുഴച്ച് വെക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇനി കാണാം. അല്ലെങ്കിൽ മിക്കവാറും മാവ് കഞ്ഞി ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ചപ്പാത്തിയുടെ മാവും പലകയൊക്കെ ആയിട്ട് ഡൈനിങ് ടേബിളിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നിന്നാട്ടോ പൊതുവെ ചപ്പാത്തി പരത്താറുള്ളത്. കാരണം കിച്ചണിൽ ഒറ്റയ്ക്ക് നിന്ന് ചപ്പാത്തി പരത്താൻ നിന്നാല് ഇങ്ങനെ ഭയങ്കര മടിയാവും, അതുപോലെ തന്നെ കാലും കഴിക്കും കേട്ടോ. കാരണം എനിക്ക് കുറേ നേരം വേണമല്ലോ, എനിക്കിങ്ങനെ പരത്തിയിട്ട് വരുമ്പോൾ കുറച്ചധികം നേരം എടുക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് നല്ല എന്താ പറയുക വിശാലമായിട്ട് എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ട് അടിച്ചു പൊളിച്ചാട്ടോ ചപ്പാത്തി പരത്താറ്. അപ്പം എന്നാലും ഞാൻ ചപ്പാത്തി പരത്തി റെഡി ആക്കിയിട്ട് കാണിച്ചു തരാവേ. അയ്യോ വേണ്ട ഇവ ഭയങ്കര ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. ഒരു ചപ്പാത്തിയുടെ മാവ് കൊണ്ട് പോയിട്ടുണ്ട്. അത് കൊടുക്കാത്തതിന് ഇവിടെ കിടന്ന് ഭയങ്കര കരച്ചില്ലായിരുന്നു കേട്ടോ. കരഞ്ഞ് അവസാനം പിന്നെ ഒരു മാവ് അവള് കൊണ്ടുപോയി. അപ്പൊ ഇനി ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ. ഇതാ കണ്ടോ, ടോട്ടൽ 7 മാവാണ് കേട്ടോ എനിക്കുള്ളത്. ഞാൻ പ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തി പരത്താന്നും പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രസ്സിനെക്കാളും എളുപ്പം ഇങ്ങനെ തന്നെ പരത്തുന്ന കേട്ടോ. കാരണം പ്രസ്സിൽ വെച്ചിട്ട് പരത്തി കഴിഞ്ഞാൽ അത് ഫുൾ വലിപ്പം എത്തൂല. പിന്നെ നമ്മൾ പിന്നെയും കയ്യിൽ വെച്ചിട്ട് പരത്തണം. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ എനിക്കൊന്നും ഇത് തന്നെയാന്ന് തോന്നിട്ടോ എളുപ്പം. ഞാൻ അത്ര വലിയ മോശമൊന്നും അല്ല കേട്ടോ. എനിക്ക് ചപ്പാത്തി പരത്താനൊക്കെ അറിയാം. ഞാൻ വീട്ടിലിങ്ങനെ ഇടയ്ക്കൊക്കെ പരത്താറുണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ ഞാൻ ചപ്പാത്തി ചുടലായിരുന്നു വീട്ടില്. പരത്തണത് ഉമ്മച്ചേക്കായിരുന്നു കേട്ടോ. പക്ഷെ എന്താ പറയാ, അറിയാം ഞാൻ പരത്തനൊക്കെ ഓൾമോസ്റ്റ് ഷേപ്പിലൊക്കെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് ആഫ്രിക്കയും അന്റാർട്ടിക്കയും ഒന്നും ആവുന്നില്ല. അതാണ് ആകെയുള്ള ഒരു സമാധാനം കേട്ടോ. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് നല്ല റൗണ്ട് ഷേപ്പ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ചപ്പാത്തി. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചപ്പാത്തിയൊക്കെ വേഗം ഉണ്ടാക്കിയിട്ട് വേഗം ചുട്ട് വെക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ പഫി വരാനായിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:53 ആയിട്ടാ. പഫി ഇപ്പൊ എന്തായാലും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ വിളിച്ച് നോക്കിയിട്ട് അഫി എടുക്കണില്ല. ചിലപ്പോൾ ബിസി ആയിരിക്കും, ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ. ആ നേരം കൊണ്ട് ഞാൻ എഗ്ഗൊക്കെ അവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കാനായിട്ടുള്ളത്. അപ്പോൾ ചപ്പാത്തി കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം സെറ്റായിട്ടിരിക്കാമല്ലോ. അങ്ങനെ അഫിയുടെ കാര്യം പറഞ്ഞോണ്ടിരുന്നപ്പോ അത് അഫി എത്തിയിട്ടുണ്ടേ. അഫിക്ക് അത് വയ്യാന്ന് പറഞ്ഞ് കിടക്കാണ്. എന്ത് പറ്റി അഫി? പണിയെടുത്ത് ക്ഷീണിച്ചല്ല കേട്ടോ. അഫിക്ക് ഇന്നലെ തൊട്ട് വയ്യാണ്, ചുമയോ എന്തൊക്കെയോ ഒക്കെ ആയിട്ട് പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് കൊണ്ട് തരാൻ വേണ്ടി വന്നിരിക്കുവാണ്. അപ്പൊ രാവിലെ ഡോക്ടറിനെയൊക്കെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇന്നലെ രാത്രിയും വയ്യായിരുന്നു. ഇങ്ങനെ ആകെ അങ്ങനെ എൻ്റെ ചപ്പാത്തിയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പോയിട്ട് ഇതൊക്കെ ചുട്ടിട്ട് തരാവേ. അപ്പൊ ഇവിടെ വയ്യാണ്ട് മൊബൈലും കുത്തിപ്പിടിച്ചിരിപ്പുണ്ടേ. ഞാൻ ചപ്പാത്തി ഇടുന്നതിന് മുന്നേ ജസ്റ്റ് കറിക്കല്ലൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാന്ന് വിചാരിക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു കറി ഭയങ്കര സിമ്പിൾ ആണ്. ഇനി ആകെ വേണ്ടത് 2 സവോളയും 2 പച്ചമുളകും മാത്രം ഇട്ടാ. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു കുക്കർ എടുത്തിട്ട് അതിലോട്ട് ഈ ഒരു സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് മുളക് പൊടി, എല്ലാം കുറച്ച് മതി കേട്ടോ. കുറച്ച് മുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല പൊടി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണേ. ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതാവുന്ന കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴത്തെ സ്റ്റൗവിൽ ചപ്പാത്തി ഇട്ടെടുക്കാം കേട്ടോ. അപ്പൊ ആ ഒരു പണി വേഗം കഴിഞ്ഞു കിട്ടും. അങ്ങനെ ചപ്പാത്തിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം നമ്മുടെ കറി എന്തായെന്നുള്ളത്. ഇനി ഇതിലേക്ക് ഒരൽപ്പം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുകയാണെ. കുറച്ച് മാത്രമേ ചേർക്കുള്ളേ. എനിക്കിവിടെ മുട്ട പൊളിച്ച് തരാൻ അസിസ്റ്റന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ അസിസ്റ്റന്റിനെ കൊണ്ട് വലിയ കഷ്ടമാണ് കേട്ടോ സത്യം പറഞ്ഞാല്. അസിസ്റ്റന്റ് ഫുൾ ടൈം മനുഷ്യന് പണി ഉണ്ടാക്കാൻ വേണ്ടി നടക്കാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവ ഇനി ചപ്പാത്തി കഴിക്കൂല കേട്ടോ. ഇവാക്ക് ചപ്പാത്തി എന്ന് പറയുന്ന സാധനം ഭയങ്കര മടിയാട്ടോ. അപ്പൊ ഇവാക്ക് അപ്പത്തിന്റെ മാവുണ്ടല്ലോ, അപ്പൊ കുറച്ച് അപ്പം തന്നെ ആക്കാന്ന് വിചാരിച്ചേ. അങ്ങനെ ഞങ്ങളെ ഡിന്നറൊക്കെ കഴിക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റി ചപ്പാത്തി കറിയൊക്കെ ഉണ്ടാക്കി.
ഇവ ഉണ്ട് കേട്ടോ, ഇവ കാണുന്നില്ല. അപ്പക്ക് വയ്യാത്തോണ്ടാട്ടോ അപ്പൊ മിണ്ടാണ്ടിരിക്കണേ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാലോ നടക്കൂല. അപ്പൊ ആള് കണ്ണൊക്കെ ഇങ്ങനെ കിറിഞ്ഞിരിക്കാണ്. അപ്പൊ ഇവര് വെച്ചിട്ട് മൊത്ത മോളിൽ വെച്ചത് അഫിയുടെ കണ്ണൊക്കെ നോക്കിയേ. അപ്പൊ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി ചൂടുവെള്ളം കുടിക്കണേ. അത് കണ്ണത് ചേച്ചി. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞത് ആ പുറത്തിറങ്ങിയ കേട്ടോ നടക്കാനായിട്ട്. ലഫി വേസ്റ്റ് കളയാനാട്ടോ. അപ്പൊ എപ്പോഴും വേസ്റ്റ് കളയുമ്പോ അപ്പൊ വേസ്റ്റ് കളയുമ്പോ ഞാൻ ഇവയും കൂടി ഇങ്ങനെ കൂടെ ഇറങ്ങോട്ടെ. അപ്പുറത്തോട്ടോ അത് അവിടെ കാണുന്നതാണ് വേസ്റ്റ് കളയേണ്ട സ്ഥലം. അപ്പൊ ഞങ്ങള് ജസ്റ്റ് അവിടുന്ന് ഇത്തിരി ഇങ്ങനെ നടന്നിട്ട് വരും കേട്ടോ, രസം. അങ്ങനെ വേസ്റ്റ് ഒക്കെ കളഞ്ഞു. ഇനിയിപ്പോ ഞങ്ങള് ഒന്ന് ലുലുവിൽ പോവാട്ടോ. ലുലുന്ന് വെച്ചാല് പാല് വാങ്ങണം, പാല് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ലുലുവിൽ പോയിട്ട് അതൊക്കെ വാങ്ങിയിട്ട് വരാട്ടാ. ആക്ച്വലി ഞങ്ങൾ ഇറങ്ങുന്നില്ല, ഹാഫി മാത്രമേ പോകുന്നുള്ളൂ. കാരണം ഇവയും കൊണ്ട് കടയിൽ പോയിക്കാൻ ആകെ സീനാണ് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വരട്ടെ. പാല്, മുട്ട, സബോള, ഇഞ്ചി. ഞങ്ങള് രണ്ടാളെ ഇവിടെ ഇരുത്തിയിട്ട് അഫി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടാ. എന്താ നമ്മള് കൊണ്ടുപോവാനെ? ഇവ പിണങ്ങിയിരിക്കാട്ടോ, ഇവയെ കൊണ്ടുപോയില്ല എന്നും പറഞ്ഞു. ഇത് അൽഹസാന ലുലു ആട്ടോ, അതായത് ഞങ്ങളുടെ വില്ലയുടെ തൊട്ടടുത്താട്ടോ ഈ ഒരു ലുലു. ഞങ്ങൾ മിക്കപ്പോഴും വരാറുണ്ട് ഇതുപോലെ, ഇങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വരാറുള്ള ആട്ടോ ഇവിടെ. ഈ ഏരിയയില് ഈ ലുലുവിന്റെ അടുത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. ഞങ്ങളുടെ ഇവിടെ അടുത്താട്ടോ അൽഷാ വില്ലേജ്. അൽഷാ വില്ലേജ് എല്ലാവർക്കും അറിയാൻ പറ്റും കേട്ടോ. ഞങ്ങള് പോയിട്ടില്ല. അപ്പൊ ഈ പോവാന്ന് പറയുന്നുണ്ട്, ഇതുവരെ സമയം കിട്ടിയിട്ടില്ല കേട്ടോ പോവാനായിട്ട്. ഇതാണോ? സോ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളപ്പോ അതാ വീട്ടിലെത്തി. ഇനിയിപ്പോ ഒന്നുമില്ല, ഇനി കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഇവായെ പിടിച്ചെടുത്ത് ഉറക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാട്ടെ. ഇനി എന്തായാലും ഞാൻ വേഗം വേഗം വീഡിയോസൊക്കെ ചെയ്യാം. എന്താ പറയാ, ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഇരിക്കല്ലോ. അപ്പൊ ഇപ്പൊ പോയി കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ഇല്ല. എന്തായാലും ഞാൻ വീഡിയോസൊക്കെ ചെയ്യാം. എന്താ ഡാഡിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം വീഡിയോ വെച്ച് നിർത്താണ് കേട്ടോ. നമുക്കപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.